എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു അമ്മയുടെ മകൻ്റെ കഥയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല. എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പ്രതിപാദിക്കുന്നുള്ളൂ. എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇത് സംഭവം നടക്കുന്നത് പോർച്ചുഗലിലാണ്. പോർച്ചുഗലിൽ ഒരു സ്കൂളിലെ കുക്കായിരുന്നു ഈ അമ്മ. സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ, മിച്ചം വരുന്ന ഭക്ഷണ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ആ അമ്മ മറ്റ് 3 കുട്ടികളുടെ വിശപ്പ് മാറ്റിയിരുന്നത്. കൊടിയ ദാരിദ്ര്യവും ഹസ്ബൻഡിൻ്റെ മദ്യപാനവും ഒക്കെ ആയിട്ട് വല്ലാതെ അലഞ്ഞിരുന്ന ആ അമ്മ ഒടുവിൽ ആ സത്യം മനസ്സിലാക്കിയാണ് താൻ 4ാമതും ഗർഭിണിയാണെന്നുള്ള വിവരം. അപ്പം ഈ വീട്ടിലെ ഈ അവസ്ഥയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ അറിഞ്ഞ അമ്മ എന്ത് ചെയ്തെന്നറിയാമോ? ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച് പോർച്ചുഗലിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പം അവിടുത്തെ ഡോക്ടർ ഈ അമ്മേനെ ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 1985 ഫെബ്രുവരി 5-നാണ് ഈ ലോകം കണ്ട മഹാപ്രതിഭ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകുന്നത്. അപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞതായിരുന്നു. 2 മുറി ഉള്ള വീട്ടിൽ അവനും അവൻ്റെ 3 സഹോദരങ്ങളും മാതാപിതാക്കളും അടങ്ങുന്ന കൊച്ചു കുടുംബത്തിൽ ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ഈ കുഞ്ഞു റൊണാൾഡോ കടന്നുപോയത്. പക്ഷെ എന്നാലും അവൻ്റെ പിതാവിൻ്റെ ഫുട്ബോൾ പ്രേമം പിതാവിൻ്റെ ഫുട്ബോൾ പ്രേമം കാരണം ഇവനും ഫുട്ബോൾ എന്ന മാന്ത്രിക ലോകത്തേക്ക് കുഞ്ഞു റൊണാൾഡോ തിരിയുന്നു. ആ സമയത്ത് സ്കൂളിൽ എന്ന് പറഞ്ഞ വികൃതി കുട്ടിയായിരുന്നു കേട്ടോ. ടീച്ചേഴ്സിനൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം എന്തോ ഒരു ടീച്ചറുമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിൽ ഫുട്ബോളിനെ അപമാനിച്ചു എന്ന ഒറ്റ കാരണത്താൽ താൻ ഇരിക്കുന്ന കസേര ടീച്ചറുടെ നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് റൊണാൾഡോ പ്രതികരിച്ചു. അപ്പം പ്രതികരിക്കുമ്പോൾ അറിയാലോ എന്തായിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത്. സ്കൂളിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ റൊണാൾഡോ പിന്നെ അന്തസ്സായിട്ട് 24 ഹവേഴ്സും ഇനി ഫുട്ബോൾ തന്നെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ വരികയുണ്ടായി. അപ്പം വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മ എച്ചിൽ പാത്രങ്ങൾ കഴുകി മിച്ചം വെച്ച തുക കൊണ്ട് മകന് വേണ്ടിയിട്ട് ഒരു ബൂട്ടും ഒരു ജേഴ്സിയും വാങ്ങിക്കൊടുത്തു. അത് ഈ ലോകം തന്നെ വെട്ടിപ്പിടിക്കാൻ പോകുന്ന ഒരു ചരിത്ര നിമിഷമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം 14ാമത്തെ വയസ്സിൽ വീണ്ടും വിധി റൊണാൾഡോയെ വേട്ടയാടുകയാണ്. ഹൃദയ സംബന്ധമായ അസുഖം മൂലം അദ്ദേഹം 14ാമത്തെ വയസ്സിൽ ഓപ്പറേഷന് വിധേയമാകുന്നു. അപ്പം ഓപ്പറേഷന് ശേഷം ഡോക്ടേഴ്സ് പറയുകയാണ്, ഇനി ഒരിക്കലും നിനക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റത്തില്ല എന്നുള്ള സത്യം ആ ഡോക്ടേഴ്സ് പറയുകയാണ്. തനിക്ക് ഒരിക്കലും ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്ന് വിധി എഴുതിയ ഡോക്ടർമാരുടെ വിധിയെ വരെ തോൽപ്പിച്ചുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്രമാണ്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. ഒരുപാട് നമുക്കറിയാം റൊണാൾഡോ നേടിയ നേട്ടങ്ങളും CR7 എന്ന ലോകോത്തര ബ്രാൻഡ്, ഒരു CR7 എന്ന പേരിൽ ഒരു ലോകോത്തര ബ്രാൻഡ് തന്നെ നിർമ്മിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം. അതുമാത്രം ക്രിസ്ത്യാനോ റൊണാൾഡോയെ പറ്റി പറയുവാണെങ്കിൽ പട്ടിണി അറിഞ്ഞു വളർന്നവൻ. തനിക്ക് നേടിയ സമ്പാദ്യങ്ങളിൽ ഏറിയ പങ്കും ദേശീയ ദുരന്തങ്ങൾക്കും ആതുര സേവനങ്ങൾക്കും വേണ്ടി ചെലവഴിക്കാൻ ഒട്ടും മടിയില്ലാത്തവനായിട്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ വിശേഷിപ്പിക്കുന്നത്. അതുമാത്രമല്ല, എന്തൊക്കെ നേട്ടങ്ങൾ, എന്തൊക്കെ സർവ്വ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ അദ്ദേഹം 2ാം സ്ഥാനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിനേക്കാളും 1ാം സ്ഥാനം അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കായിരുന്നു നൽകിയിരുന്നത്. അപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പറ്റി വേറൊരു സംഭവം പറയുന്നത്, തന്നെ അപമാനിച്ചിറക്കി വിട്ട സ്കൂളിലേക്ക് പിന്നെ ഒരു രാജകീയ വരവ് നടത്തിയ ആശാൻ. എങ്ങനെയാണെന്നറിയാവോ? തൻ്റെ സ്വന്തം പേരെഴുതിയ എയർപോർട്ടിലേക്ക് പറന്നിറങ്ങിക്കൊണ്ടാണ് ആ രാജകീയമായ വരവ് നടത്തിയത്. വന്നതാട്ടെ സ്കൂളിൻ്റെ വില ചോദിച്ചുകൊണ്ടാണ് വന്നതെന്നാണ് പറയുന്നത്. അപ്പം പോർച്ചുഗൽ എന്നൊരു രാജ്യം തന്നെ അറിയപ്പെടാൻ തുടങ്ങിയത് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലാണ്. അതിനുശേഷമാണ് അത് മാത്രമല്ല, ശരീരത്തിൽ ഇന്നേ വരെ ഒരു ടാറ്റു പോലും അടിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം എന്താണെന്നറിയാവോ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോഴത്തേന് അതിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്നുള്ള കരുതലാണ് ഇതേവരെ ശരീരത്തിൽ ഒരു ടാറ്റു പോലും ചെയ്യാത്തത്. അത് മാത്രമല്ല, ഒരു
കളിക്കാൻ ഒരു കളിപ്പാട്ടം പോലും ഇല്ലാത്ത ഒരു കുട്ടിക്കാലമായിരുന്നു റൊണാൾഡോയ്ക്ക് ഉണ്ടായിരുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചത്രേ, താങ്കൾക്ക് എത്ര കാർ ഉണ്ടെന്ന്. അറിയില്ല എന്നായിരുന്നു അത്ര മറുപടി. കാരണം ശരിയാണ്, അദ്ദേഹത്തിന് പോലും അറിയില്ല അദ്ദേഹത്തിന് എത്ര കാർ കളക്ഷൻസ് ഉണ്ടെന്ന്. അതേപോലെ അത്രയ്ക്ക് കാറിന്റെ ഒരു എന്താ പറയണ്ടേ ക്രേസസ് ഉള്ള ഒരു ആളാണ് റൊണാൾഡോ. എത്ര കാർ ഉണ്ടെന്ന് പോലും നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന് കാണിച്ചു തന്നതാണ് റൊണാൾഡോ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആഗ്രഹിച്ച നമുക്ക് എന്തും നേടാം. ആരും ബൂസ്റ്റ് ചെയ്യാനില്ലാതെ, ആരും പിന്താങ്ങാനില്ലാതെ ഈ ലോകത്തെ തന്നെ എന്താ പറയണ്ടേ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂല്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിച്ചെങ്കിൽ അതേപോലെ നമുക്കും ആവിയല്ലേ. പക്ഷെ നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രം കേട്ടോ. അപ്പം ഇന്നത്തെ മോട്ടിവേഷൻ ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം കേട്ടോ. എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ കമൻസ് കാര്യങ്ങൾ ഒക്കെ എനിക്ക് അറിയുന്നേക്കാൾ കൂടുതലുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പം മറ്റുള്ളവർക്കും കൂടെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ റൊണാൾഡോയെ പറ്റി കൂടുതൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എന്താ പറയുക ശുഭരാത്രി. ഇന്ന് ഇച്ചിരി വേഗം വീഡിയോ എടുത്തത്. നാളെ ശബാത്താണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ശരി, ബൈ.